ശ്രീ മഹേഷ് പണിക്കർ, പത്മകുമാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശബരിമലയുമായി വലിയ ബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം. പാർട്ടിയുമായുള്ള ബന്ധം അതവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭക്തരുടെ ഭൂരിപക്ഷ വോട്ട് കിട്ടാനുള്ള ഒരാളെന്ന നിലയ്ക്ക് കൂടിയാണ് പത്മകുമാർ അവിടെ പത്തനംതിട്ടയിൽ CPM-ലെ പ്രധാനിയാകുന്നത് തന്നെ. ഹരിവരാസനം എഴുതിയ ജാനകിയമ്മയുടെ ബന്ധുവാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും ശബരിമലയുടെ കരാറുകാരനായിരുന്നു. അങ്ങനെ ശബരിമലയുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞത് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാനിവിടെ ഈ ചുമതലയിൽ വരുമ്പോൾ ഇത് മുഴുവൻ ചെമ്പുപാളിയായിരുന്നു, സ്വർണ്ണപ്പാളിയൊന്നും കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചുമതലയിലുള്ളപ്പോൾ മാത്രം വന്ന ഒരു വ്യക്തിയാണോ അദ്ദേഹം അവിടെ? മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ പ്രതികരണം പിന്നീട് അദ്ദേഹം അത് മാറ്റി പറയുകയും ചെയ്തു, പറഞ്ഞതിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ചെമ്പുപാളിയല്ലേ എന്ന് വ്യക്തമായി പറയുന്നത് നമ്മുടെ മുന്നിലുണ്ട് ശ്രീ മഹേഷ് പണിക്കർ. അപ്പോൾ ആ ചെമ്പുപാളി ആക്കിയതിൽ മുഖ്യനായിരുന്നു അദ്ദേഹം എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ SITയുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു തന്നെയാണോ അങ്ങേക്കും പറയാനുള്ളത്? അയ്യപ്പൻ തീരുമാനിക്കും, അയ്യപ്പന്റെ ഇഷ്ടം. അല്ല, ഇന്ന് അതിനൊരു പ്രത്യേക എല്ലാരും ഓർക്കേണ്ട ഒരു ദിവസം. ഇന്ന് സത്യം പറഞ്ഞ ഒരു അമാവാസിയാണ്. ഈ അമാവാസി ദിവസം തന്നെ ഈ ദൈവതുല്യരിലേക്കുള്ള ഒരു വാതില് തുറക്കുകയാണ്. കാരാഗ്രഹത്തിലേക്കുള്ള ദൈവതുല്യർക്ക് കാരാഗ്രഹത്തിലേക്കുള്ള ഒരു വാതില് തുറക്കുന്ന പോലെ എനിക്ക് കാണുന്നത്. കാര്യം അതിനകത്ത് ഒന്ന് രണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പണ്ടൊരു മോഷണം നടന്നപ്പോൾ, മെയിൻ ഒരു മോഷണം നടന്നപ്പം അതിന്റെ തെളിവ് വന്നത് രമണി എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയുടെ ചോദ്യക്കടലാസിലെ ഒരു പേരാണ്. അതേ രമണിക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഈ ദേവസ്വം ബോർഡ് ഇവര് തന്നെ വീട് വെച്ചു കൊടുക്കുന്ന ഒരു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ മോഷണം മുതൽ കൊണ്ടായിരിക്കുമല്ലോ അത് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതിലുള്ള വ്യക്തികളാണ് ഈ പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ ഓരോരുത്തരെയൊക്കെ അതിലേക്ക് പറയുന്നത്. അതെ, ഒരു ഹരിബാബു, ഇപ്പൊ ഈ മന്ത്രി അദ്ദേഹം, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് ആ ഒരു വീടിന്റെ സമർപ്പണ സമയത്ത് ആ ഒരു ഇമേജിനകത്തുള്ളതാണ്. കാര്യം ഇപ്പൊ ദേവന്റെ ഒരു കണക്ഷൻ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് അത് ഈ ഉയർത്തുന്നതും താത്തുന്നതും ഒക്കെ. അതൊക്കെ നമ്മൾ വളരെ ആകസ്മികമായിട്ട് സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ അവരുടെ ഒരു കണ്ണ് ഇതിനകത്തുണ്ട്. നമ്മളൊന്നും അറിയാതെ ഇവരിങ്ങനെ ഈ ഒരു മോഷണം നമ്മൾ വളരെ ദൈവതുല്യരിലേക്കൊക്കെ ഉള്ള എത്തപ്പെടല്ലേ. കാര്യം ദൈവതുല്യർ എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞാണ്. വേറെ പിന്നെ തന്ത്രി അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവതുല്യനല്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു തരത്തിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനത്തെ മോഷണങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും നടത്തി നമ്മൾ ഒരിക്കലും സമൂഹം ഞെട്ടത്തക്ക രീതിയിൽ, നമ്മൾ ഈ ഒരു സംഭവം തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ പറയുന്നതാണ്, സമൂഹം ഞെട്ടത്തക്ക രീതിയിലുള്ള ഒരു പിൻ രീതിയിലാണ് ഇതിന്റെ ഒരു ഇടപെടലുകൾ നടക്കുന്നത്. അതിന്റെ തെളിവുകളും വരുന്നത് ഒരിക്കലും ഇതുപോലൊരു ഭരണ സംവിധാനത്തിന്റെ കീഴിലുള്ള അതിന്റെ തണലിലോ നിഴലിലോ ഒക്കെ ആകാൻ സാധ്യതയുള്ള തരം ആൾക്കാരൊക്കെ അതിന്റെ പുറത്തേക്ക് വരുന്നു. ഇലക്ഷൻ പോലൊരു വലിയൊരു സംഭവം നടക്കുന്നു. സമൂഹത്തിന്റെ മൊത്തം ശ്രദ്ധ മറ്റു പല രീതിയിൽ നടക്കുന്നു. ഇപ്പോഴും അവിടുത്തെ, എന്നിട്ടും ഇതിനേക്കാളിലൊക്കെ വളരെ ഗുരുതരമായ സംഭവം ഇപ്പൊ അവിടുത്തെ ആ ഒരു അവസ്ഥ കഴിഞ്ഞ 2 ദിവസമൊക്കെ നമ്മൾ കണ്ടാണ്. എന്ത് ഭയാനകമായ അവസ്ഥയാണ്. പുതിയൊരു പ്രസിഡന്റ് തന്നെ പറയത്തക്ക രീതിയിലുള്ള യഥാർത്ഥത്തിൽ അവരുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയത്തിൽ ഒന്നും പതിപ്പിക്കാതെ ആ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, സത്യം പറഞ്ഞ ആ ഒരു ശ്യാമപ്രസാദ് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം SDP-യുടെ പത്തനംതിട്ടയുടെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വലിയ ഉദ്യോഗസ്ഥനൊരു അവാർഡ് കിട്ടി അദ്ദേഹമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു തീർത്ഥാടനം മൊത്തം സെറ്റപ്പ് ആക്കിയത്. അദ്ദേഹത്തെ ഈ പറഞ്ഞ നമ്മുടെ ആ സംഗമം കഴിഞ്ഞ അടുത്ത ദിവസം അദ്ദേഹത്തെ മാറ്റുവാണ് അവിടുന്ന്. അദ്ദേഹത്തിനെ മാറ്റിയത് കൊണ്ടാണ് ഇവരുടെ ഈ ഈ കോൺട്രാക്ട് മൊത്തം, അതായത് ടെൻഡറിങ് ഇടപാടുകൾ മൊത്തം, ഈ ശുചിമുറിയുടെയും ഈ പറഞ്ഞ വെള്ളം കൊടുക്കുന്നതിന്റെയും ഈ പറഞ്ഞ മറ്റു സാധനങ്ങളുടെ എല്ലാം താളം തല്ലിയത്. എന്നിട്ട് പുതിയൊരു ഉദ്യോഗസ്ഥൻ വന്നു, ടെൻഡർ തന്നെ പല പ്രാവശ്യം മാറ്റി വിളിച്ചു. ഈ വിളിച്ച ടെൻഡറുകൾ 18-ാം പടിയുടെ ചുമതല, അത് പുരങ്കലക്കി എന്ന പേരുള്ള അദ്ദേഹത്തിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. അല്ല, ഞാൻ അതല്ല പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പലതരത്തിലുള്ള കോർഡിനേഷൻ എല്ലാം തകർന്നു. എന്തോ അയ്യപ്പൻ 2 ദിവസം കൊണ്ട് അത് തിരിച്ചൊന്ന് സെറ്റപ്പാക്കി ഇപ്പം എല്ലാം ഭംഗിയായിട്ട് പോകുന്നു പറയുന്നു. പക്ഷെ എന്നാലും ഈ വക കാര്യങ്ങളിനകത്തൊക്കെ ശ്രദ്ധ പതിക്കേണ്ട സമയത്ത് ആ ഒരു ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റുകയും അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു വിശ്വസ്തയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ മാറ്റിയതൊക്കെ വളരെ ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. കാര്യം ഈ ടെൻഡറിലാണ് ഇവർ എല്ലാം കരാർ കൊടുക്കേണ്ടത്. എല്ലാ പണികളും ഈ പറഞ്ഞ തൊഴിലാളികളുടെ കാര്യവും ഈ കരാർ തൊഴിലാളികളുടെ കാര്യവും ഒക്കെ എല്ലാം കരാറാണല്ലോ അവിടുത്തെ. ശരി, ശ്രീ മഹേഷ് പണിക്കർ, അങ്ങ് പറഞ്ഞിരുന്നു നേരത്തെ പല ചർച്ചകളിലും അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഇനിയും മുകളിലേക്ക് പോകുമെന്ന്. ഇപ്പോൾ പത്മകുമാറിന്റെ മൊഴി ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുമ്പോൾ, അതേസമയം സ്വന്തം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന തെളിവുകൾ അദ്ദേഹം ഇതുവരെ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹമാണ് മുഖ്യ ആസൂത്രകൻ എന്ന അടക്കമുള്ള തെളിവുകൾ അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ ഈ ശുപാർശ നൽകിയത്, പോറ്റി എന്ന പേര് അങ്ങോട്ട് നൽകിയത്, ദേവസ്വം ബോർഡിന് നൽകിയത് ദേവസ്വം മന്ത്രി കടകംപള്ളി ആയിരുന്നു എന്ന നിർണായകമായ മൊഴി, അതിനെ അങ്ങ് എങ്ങനെ കാണുന്നു? ഇല്ല, അത് ഇതിനകത്ത് പോറ്റി അവിടെ വന്ന ജാലഹള്ളി ബാംഗ്ലൂർ ഒരു അമ്പലത്തിലെ അവിടുത്തെ നമ്മുടെ തന്ത്രി തന്നെയാണ് അവിടുത്തെ തന്ത്രി. ആ തന്ത്രിയുടെ വാലായിട്ടാണ് അദ്ദേഹം അവിടെ വന്ന് കയറിയത്.
അല്ലാണ്ട് മറ്റു രീതിയിലൊന്നും അല്ല. അയാളെ വന്നിട്ട് ഒരു 10 വർഷത്തോളം 12 വർഷത്തോളം പുള്ളി തന്നെ കാര്യം കീഴ്ക്കഴകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലേലം വിളിയൊക്കെ ഉണ്ട്. നമ്മൾ അറിയാത്ത കുറെ കുരുത്തക്കേടുകൾ അതിനകത്തും ഉണ്ട്. ഈ അയ്യപ്പന്റെ നിവേദ്യം ഉണ്ടാക്കുന്നതൊക്കെ ഇവർ ഈ കീഴ്ക്കഴകം ഇരുന്നിട്ട് അത് വേറെ ലേലം വിളിയാണ്. 25 ലക്ഷം 30 ലക്ഷം രൂപയ്ക്കാണ് ഈ അയ്യപ്പനുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ടൈപ്പിലെ ഈ കഴകത്തിനകത്തെ ലേലം വിളി നടക്കുന്നത്. അപ്പം അങ്ങനത്തെ കൊള്ളത്തിൽ അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കുറെ വർഷങ്ങളായിട്ട് ആ ലേലം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് അയ്യപ്പന് ഫുഡ് ഉണ്ടാക്കുന്നത് അവിടുത്തെ കീഴ്ക്കഴകമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രീതിയിലാണ്. ഇങ്ങനത്തെയൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇവർ ഈ മറ്റേ നിവേദ്യം ഉണ്ടാക്കുന്ന അയ്യപ്പന്റെ നിവേദ്യമാണ് ഞാൻ പറയുന്നത്. ആ നിവേദ്യം ഉണ്ടാക്കുന്ന കാര്യം പോലും ഈ കീഴ്ക്കഴകത്തിന്റെ അതിലും കോൺട്രാക്ട് ആണ്. അത് ഇദ്ദേഹമാണ് എടുക്കുന്നത്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തന്ത്രത്തിന്റെ ഒക്കെ ഒരു ബേസ് ഉണ്ടായിട്ട് അവിടുത്തെ പല സംഘടന അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോറ്റി അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു എന്നൊക്കെയായിരുന്നുള്ള വാർത്തകൾ. പക്ഷേ ഈ സ്വർണ്ണപ്പാളി നന്നാക്കുന്ന ആളായി കരാറുകാരനായി പിന്നെ പ്രവേശിക്കുന്നത് ഈ പറയുന്ന ദേവസ്വം മന്ത്രിയുടെ ശുപാർശയോടെയാണ് എന്നതാണ് മൊഴി. അതെ, എപ്പോഴും ഇദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങൾ, ഈ പൂജകൾ നടത്തലും അങ്ങനത്തെ നമ്മുടെ ഈ പുറത്തുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വലിയ സ്പോൺസർഷിപ്പ് നടത്തലും ഒക്കെ ഇദ്ദേഹം എല്ലാ കാലങ്ങളിലും അവിടുന്ന് മാറിയിട്ടൊന്നുമില്ല. ഈ ഒഫീഷ്യൽ പരിപാടി മാറിയിട്ടുണ്ട്, ഈ കീഴ്ശാന്തി എന്നുള്ള പരിപാടിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അത് മറ്റേ നാളികേരം കോൺട്രാക്ടായിട്ട് മറ്റേ ഈ ട്രാക്ടറി കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് പൊട്ടിക്കുന്ന പരിപാടിയുണ്ട് വലിയ വലിയ ആൾക്കാരുടെയൊക്കെ. അപ്പം അങ്ങനത്തെ പരിപാടി ഒരിക്കൽ പിടിച്ചിട്ട് അത് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിന്റെ രീതിയിൽ അദ്ദേഹത്തിന് ആ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അവിടുത്തെ ജോലി എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ എല്ലാ ഇടപാടുകളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തി തന്നെയാണ് ഈ പറഞ്ഞ തട്ടിപ്പുകളെല്ലാം നടന്നിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ മറ്റേ ആ പൂജാ രീതിയിലുള്ള കാര്യങ്ങളിനകത്തും ആ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പുറത്തു വരും. കാര്യം അയ്യപ്പന് ഇപ്പൊ നമ്മുടെ ഇന്നൊരു അമാവാസി ദിവസം തന്നെ ഈ കാരാഗ്രഹം തുറന്ന് ഇദ്ദേഹത്തിന് കിട്ടുക എന്നുള്ള ആ ഒരു സംഭവം വരുമ്പോഴത്തേക്കും മറ്റു മേളിലോട്ടുള്ള ആൾക്കാരിലേക്ക് ഇത് പോവുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ബാക്കിയും നമ്മുടെ ആരുടെയും കയ്യിലല്ല. ഇത് അയ്യപ്പൻ നല്ല ഫുൾ കണ്ണു തുറന്ന് തന്നെ പുള്ളി ഏർപ്പാട് ചെയ്യുന്നത്. പറഞ്ഞ ഓർമ്മയിൽ ഈ ഒരു അമാവാസി ദിനത്തിലാണ് പാളികൾ അവിടുന്ന് എടുത്തത് അല്ലെ? ചന്ദ്രഗ്രഹണത്തിനാണ് ഇത് എടുക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു അമാവാസ്യ അത് കറക്റ്റ് അതിന്റെ പ്രോസസ്സ് നടക്കുന്നത് അയ്യപ്പ തന്നെ ഇവരെ കൊണ്ട് എടുപ്പിച്ചതും. അല്ലെങ്കിൽ ഈ സംഗമം നടക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് പ്രശാന്തിന് മുൻ പ്രസിഡന്റ് ഒരു വട്ടൂന്നിട്ടാണ് ഇളക്കുന്നത്. അത് 2 ദിവസം കഴിഞ്ഞ് ഇളക്കിയാൽ പോരായിരുന്നു, സംഗമം കഴിഞ്ഞ് ഇളക്കിയാൽ പോരായിരുന്നു. നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നല്ലോ. അദ്ദേഹത്തെ കൊണ്ട് ഇളക്കിപ്പിച്ചത് അയ്യപ്പനാണ്. പഴയ നന്നായി വരത്തുള്ളൂ, ഇനിയുള്ളതും വരാനുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ശ്രീ മഹേഷ് പണിക്കർ നൽകിയത്.